മെമ്പേഴ്സിനെ അത് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ദയവായി വരണം. നമ്മുടെ നെൽസൺ ഒരു വാക്ക്. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ചൊന്നുമില്ല, രഞ്ജിയേട്ടനായിട്ടൊരു കുറച്ച് വർഷത്തെ പരിചയമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു സ്വപ്നമാണ് ഈ സിനിമ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഈ സിനിമയുടെ ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പുള്ളി ഒരു പൊതുപ്രവർത്തകനും കൂടിയാണ്. അതുകൊണ്ട് രഞ്ജിയേട്ടനോട് ഞാൻ പറഞ്ഞു, രഞ്ജിയേട്ട സമയം സിനിമ വലിയ സംഭവമൊന്നുമല്ല, നിങ്ങളുടെ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം സിനിമ ചെയ്യാം. അങ്ങനെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് രഞ്ജിയേട്ടൻ്റെ സിനിമ സംഭവിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. അപ്പോൾ ഒരുപാട് പേരുണ്ട്, ഇന്ദ്രൻസേട്ടൻ, സുധീരേട്ടൻ, അങ്ങനെ എല്ലാവരും ഉള്ളൊരു വലിയ സിനിമയാണ്. അപ്പം ഒരുപാട് സന്തോഷം വന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ, കൂട്ടുകാർ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ചടങ്ങ് പങ്കെടുക്കാൻ കൂടി എല്ലാവരോടും പ്രത്യേകം റജി പറയുന്ന പോലെ തന്നെ ഞാൻ നന്ദി പറയുന്നു. റജിയുടെ സിനിമ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഏതാണ്ട് ഒരുമിച്ചൊക്കെ വർക്ക് ചെയ്തിരുന്നവരാണ്. റജിയുടെ ഈ കാഞ്ചിമാലയ്ക്കും മുൻപ് ഉണ്ടായിരുന്ന സിനിമയെക്കാളും വിജയം ആഘോഷിക്കാനാവട്ടെ, വീണ്ടും നമുക്ക് സിനിമയുടെ വിജയം ആഘോഷിക്കുന്നതുപോലൊരു അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. കാഞ്ചിമാലയ്ക്ക് എല്ലാ വിജയവും നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് സാധാരണ ഒരു സിനിമയുടെ പൂജയും ആഘോഷങ്ങളുമെല്ലാം തിരുവനന്തപുരത്ത് വളരെ കുറവാണ്. അത്തരത്തിൽ തിരുവനന്തപുരത്ത് ഒരു പൂജ എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാണ്. അല്പം പനിയൊക്കെ ആണെങ്കിൽ പോലും ഞാൻ പൂജ എന്ന് തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞപ്പോൾ ഓടിയെത്തുകയായിരുന്നു. കാഞ്ചിമല എന്ന സിനിമ ശ്രീ റിജി എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം പല പരിപാടിക്കും എന്നെ വിളിക്കാറുമുണ്ട്, ഞാൻ പോകാറുമുണ്ട്. സിനിമ കലാപരമായ പ്രവർത്തനം മാത്രമല്ല, രാഷ്ട്രീയപരമായ പ്രവർത്തനവും വളരെയധികം സജീവമാണ് ശ്രീ റിജി. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ പടമാണ് കാഞ്ചിമല. എല്ലാവിധ വിജയവും ഉണ്ടാകട്ടെ. ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോലെയാണ് ഒരു സിനിമയുടെ പൂജ എന്ന് പറയുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവരും ശുഭപ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ്. എല്ലാവിധ വിജയവും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം. ഞാൻ തന്നെ ഇപ്പം തന്നെ അറിയുന്നത്. അവർ പൂജയ്ക്ക് വിളിച്ച്, പക്ഷെ എനിക്ക് കഥാപാത്രം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. അവർ സ്ത്രീകളെ ആരെയും ഫിക്സ് ചെയ്തിട്ടില്ലായിരുന്നു. ഫിക്സ് ചെയ്തുകൊണ്ട് ആകെ എനിക്ക് തോന്നുന്നു ഡാനിനെ മാത്രമേ അവർ ഫിക്സ് ചെയ്തിട്ടുള്ളൂ, പിന്നെ ടെക്നീഷ്യന്മാർ. അപ്പോൾ ആർട്ടിസ്റ്റുകളെ ബാക്കി ആരെയും ഫിക്സ് ചെയ്തിട്ടില്ല. ഞാൻ തന്നെ ഇപ്പോഴാണ് അറിയണത്. എനിക്കും അറിയില്ല എന്താണ്. പക്ഷേ ഏത് റോളായാലും ചെയ്യും. ഒരു ആർട്ടിസ്റ്റിന് ഇന്ന റോള് ചെയ്യുള്ളൂ എന്ന് പറയുന്നത് അവർക്ക് യോജിച്ചതല്ല. ഏതായാലും ഞാൻ ചെയ്യും. സർ, കാഞ്ചിമാല ഏത് തരത്തിലുള്ള ഒരു മൂവി ആയിരിക്കും? കാഞ്ചിമാല ഒരു കുടുംബ ചിത്രമാണ്. സ്നേഹവും നന്മയും ദയയുമൊക്കെ വറ്റിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പുതുതലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം, ഒരു ഉപദേശമാണ് കാഞ്ചിമാല. അതിൽ സ്നേഹമുണ്ട്, നന്മയുണ്ട്, ദയയുണ്ട്. എന്താണ് മെയിനായിട്ട് എന്തെങ്കിലും ഒരു തീം എന്തെങ്കിലും ഉണ്ടോ സർ? തീം എന്ന് പറയുന്നത് സ്നേഹബന്ധത്തെക്കാൾ രക്തബന്ധത്തെക്കാൾ വലുതാണ് സ്നേഹബന്ധം എന്ന് പല സിനിമകളും തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തെളിയിക്കുന്ന മറ്റൊരു ചിത്രമാണ് ഇത്. പക്ഷേ ഈ സ്നേഹബന്ധം പല ട്രാക്കിലാണ് പോകുന്നത്. അതാണ് ഈ സിനിമയുടെ ഒരു വ്യത്യസ്തത. അതുകൊണ്ട് തന്നെ ഇത് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇപ്പം പലരും പറയുന്നുണ്ടായിരുന്നു കാഞ്ചിമാല എന്നൊരു പേര് എല്ലാവർക്കും നല്ല യുണീക്കായിട്ട് തോന്നി. എങ്ങനെയാണ് സാർ ഈ ഒരു പേരിലേക്ക് എത്തുന്നത്? കാഞ്ചിമാല എന്ന് പറയുന്ന അങ്ങനെ ഒരു മാലയുണ്ട്. പാലക്കാമാല, കാഞ്ചിമാല, അങ്ങനെ ഒരു മാലയുണ്ട്. ഒരു മാലയുടെ പേരാണ് കാഞ്ചിമാല. സ്നേഹത്തോട് ചേർത്ത് വെച്ച്, മനസ്സിനോട് ചേർത്ത് വെച്ച്, ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു സംഭവമാണ് മാല. ആ ഒരു കോൺസെപ്റ്റിലാണ് ഈ സിനിമ. സാർ, എന്നത്തോടെ ഷൂട്ടിംഗ് തുടങ്ങുമായിരിക്കും? ഇത് ഒരു 2026 പുതുവർഷത്തോടുകൂടി ജനുവരി തുടക്കം 1-ാം തീയതി മുതൽ സിനിമ ഷൂട്ടിംഗ് തുടങ്ങും. ആക്ടർ ആക്ട്രസ് എല്ലാം കൺഫേം ഇനി വന്നുകൊണ്ട് ആക്ടർ ഫുള്ളായിട്ടില്ല. ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, അതുപോലെ തന്നെ ഇന്ദ്രേട്ടൻ, സിദ്ദിഖേട്ടൻ, സുധീർ കരമന, അങ്ങനെ അറിയപ്പെട്ട താരങ്ങൾ പിന്നിലുണ്ട്. നമുക്ക് എപ്പോഴായിരിക്കും സാർ ഈ സിനിമ തിയേറ്ററിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്? ഈ സിനിമ അത്
പിന്നെ ഒരു റിലീസ് ഡേറ്റൊക്കെ എടുക്കുന്നത് ഒരു മൊത്തത്തിലൊരു സൗകര്യാർത്ഥമാണ്. അത് ഞാനിപ്പോഴേ പറയുന്നില്ല.